Elementary particles, part 10. ആദ്യത്തെ ചോദ്യം, what is the ionization energy for the positronium? പോസിട്രോണിയം എന്താണെന്ന് കഴിഞ്ഞ പോസ്റ്റിംഗ് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, പോസിട്രോൺ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പോലെ. ഹൈഡ്രജൻ ആറ്റത്തിലൊരു പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഇവിടെ ഒരു പോസിട്രോണിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഇവിടെ ഒരു വ്യത്യാസമുള്ളത് നമുക്കറിയാം. ശക്തി കൂടിയ ഒരാൾ ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു ശക്തി കുറഞ്ഞ കൊച്ചു പയ്യനെ പിടിച്ച് കറക്കുക, ഇയാൾക്ക് ചുറ്റും കറക്കുമ്പോൾ ആ പയ്യൻ അവന് ചുറ്റും കറങ്ങും. അയാൾക്ക് അനങ്ങേണ്ട കാര്യമില്ല. പക്ഷേ തുല്യഭാരമുള്ള രണ്ടുപേര്, തുല്യ ശക്തിയുള്ള രണ്ടുപേര് കൈ പിടിച്ച് പരസ്പരം കറക്കാൻ ശ്രമിച്ചാൽ ഇവർ രണ്ടുപേരും കറങ്ങും. ആ കറങ്ങുന്നതിൻ്റെ സെൻറ്റർ ഇവരുടെ രണ്ടുപേരുടെയും സെൻറ്റർ ഓഫ് മാസ് ആയിരിക്കും. അപ്പോൾ ഹെവി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺ മാത്രം അവിടെ കറങ്ങുള്ളൂ, മാസ് വ്യത്യാസം കൊണ്ട്. ന്യൂക്ലിയസ് ഹെവി ആണെങ്കിൽ ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുക. അപ്പോൾ ന്യൂക്ലിയസ് റിവോൾവ് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ട. പക്ഷേ പോസിട്രോണിയത്തിൽ രണ്ടു ഇലക്ട്രോൺസ് തുല്യ മാസാണ്. ഒന്ന് ചാർജ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പോസിട്രോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ചാർജ് വ്യത്യാസമുള്ളൂ, മാസ് സെയിമാണ്. അതുകൊണ്ട് രണ്ടിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റുമായിട്ട് രണ്ട് പാർട്ടിക്കിളും റിവോൾവ് ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ റിവോൾവ് ചെയ്യുന്ന വസ്തുവിൻ്റെ മാസ് എടുക്കുമ്പോൾ ഒരെലക്ട്രോണിൻ്റെ മാസ് എടുത്താൽ പോരാ, അതിന് പകരം അതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് എടുക്കണം. M1 M2 ഈ രണ്ട് വസ്തുക്കളുടെ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞാൽ M1 M2 ബൈ M1 പ്ലസ് M2. അതിന് മ്യൂ എന്നാ പറയുക. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയാലും മറ്റ് കൈനറ്റിക് എനർജിയൊക്കെ കാണുമ്പോൾ ഈ ഹാഫ് mv² എന്നൊക്കെ എടുക്കുന്നതിന് വരെ ഇവിടെ ഹാഫ് മ്യൂ v² എന്നാണ് എടുക്കേണ്ടത്. അത് ഈ സെൻറ്റർ ഓഫ് മാസ് കൂടുതൽ നിങ്ങൾക്ക് ബേസിക് അറിയണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പോസ്റ്റിംഗ് എൻ്റെ ചാനലിലുണ്ട്. ബേസിക്കായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോർ തിയറി അനുസരിച്ച് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ഈക്വൽസ് മൈനസ് ഉണ്ട്, -m(e⁴) ബൈ 8ε0² n² h². n ഈക്വൽസ് 1 2 3 4 etc. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് വിട്ടുമ്പോൾ അത് ബൈൻഡിങ് എനർജിയാണ്. ഇതിനെ ഒന്നിച്ച് പിടിച്ച് നിർത്തിയിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോവുക. ഈ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുക. ഈ ഇലക്ട്രോണിനെ ഈ ആറ്റത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവുക. ആറ്റത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എനർജിയാണ് അയണൈസേഷൻ എനർജി. ഈ അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് എടുക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ബോർ ആറ്റം മോഡൽ അനുസരിച്ച് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അയണൈസേഷൻ എനർജിയാണ് nth ഓർബിറ്റിൽ. ഇവിടിപ്പോൾ പോസിട്രോണിയം എടുക്കുമ്പോൾ ദറ്റ് ഈസ് അറ്റോമിക് ലൈക്ക് സ്ട്രക്ചർ, ആറ്റം ലൈക്ക് സ്ട്രക്ചർ റിസംബ്ലിങ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ പക്ഷേ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് റെഡ്യൂസ്ഡ് മാസ് എടുക്കണം. അപ്പോൾ M മസ്റ്റ് ബി ചേഞ്ച് ടു മ്യൂ എന്ന് പറഞ്ഞാൽ M1 M2 ബൈ M1 പ്ലസ് M2 ആണ്. ഇവിടെ ഇപ്പോൾ രണ്ടു ഇലക്ട്രോണിൻ്റെ തുല്യ മാസാണ്. അപ്പോൾ പോസിട്രോണിയം M1 ഈക്വൽസ് M2 ഈക്വൽസ് M എന്നിരിക്കട്ടെ. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞാൽ M1 M2 M × M ബൈ M പ്ലസ് M2. ഭാരത രീതിയിൽ
m/2 ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2, or it is 4.55 ഇൻറ്റു 10⁻³ കിലോഗ്രാം. ഇത് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോസിട്രോണിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അതിന് ലൈഫ് ടൈം വളരെ കുറവാണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുക, അയണൈസേഷൻ എനർജി കാണാൻ. അപ്പോൾ n=1 എന്നങ്ങ് എടുത്താൽ മതി. ഇതെല്ലാം എന്നിപ്പോൾ ഈ കിട്ടുന്നത് ജൂളിലാണ്. ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് ഇലക്ട്രോൺ വോൾട്ടിലാകും. അപ്പോൾ ഇവിടെ e⁴ എന്നുള്ളത് e⁻³ എന്നാകും. ചുരുക്കത്തിൽ പോസിട്രോണിയത്തിൻ്റെ ബൈൻഡിങ് എനർജി μe³ n²h². n 1 എന്ന് കൊടുക്കണം, അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പം മ്യൂവിൻ്റെ സ്ഥാനത്ത് 4.55 ഇൻറ്റു 10⁻³ ഇൻറ്റു e³ 1.6 ഇൻറ്റു 10⁻⁹ the whole cube by 8 ഇൻറ്റു ε0 permittivity of free space 8.85 ഇൻറ്റു 10⁻12 farad per meter into n² 1² into h Planck's constant 6.6 into 10⁻34 the whole square. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഇതാണ് പോസിട്രോണിയത്തിൻ്റെ അയണൈസേഷൻ എനർജി. അടുത്തത് ഈ പാരിറ്റി ആൻഡ് എലമെൻ്ററി പാർട്ടിക്കിൾസാണ്. ആ കാര്യം പാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിൾസ് അത് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് ഇതിനെയൊക്കെ മാത്തമാറ്റിക്കലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കോർഡിനേറ്റ്സിൻ്റെ സൈൻ മാറ്റുമ്പോൾ ഈ ഓവറോൾ ഡിസ്ക്രിപ്ഷന് ഒന്നുകിൽ അത് ചേഞ്ച് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവാകാം. ഈ ചേഞ്ച് ചെയ്യുന്ന സൈൻ ഇതിൽ കയറി പ്രതിഫലിക്കും. ഇപ്പോൾ f(x) ഒരു വൺ ഡയമെൻഷനിൽ ഒരു പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫംഗ്ഷനാണെന്നിരിക്കട്ടെ. എക്സിൻ്റെ സ്ഥാനത്ത് -x എന്ന് കൊടുത്താൽ ഫംഗ്ഷൻ്റെ വാല്യൂ f(x) എന്ന് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഈവൻ പാരിറ്റി എന്ന് പറയും. അതേസമയം f(-x) -f(x) കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ആകുകയാണെങ്കിൽ അതിന് ഓഡ് പാരിറ്റി എന്ന് പറയും. സത്യത്തിൽ ഈ പാരിറ്റി എന്ന് പറഞ്ഞാൽ സ്പേസ് റിഫ്ലക്ഷൻ. നിത്യജീവിതത്തിൽ നമുക്കിത് കാര്യമായിട്ട് അനുഭവപ്പെടാറില്ല. ഞാനിപ്പോൾ മിററിൽ നോക്കിയാൽ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞാൽ എനിക്ക് ഇമേജ് കാണുക, എൻ്റെ ഇമേജ് ഞാൻ കാണുക. പക്ഷേ ആ മിററിൽ കാണുന്നത് പഠനത്തിനെടുക്കാം. ഞാനെന്ന വ്യക്തിയുള്ള അത് റിയൽ, മറ്റേത് മിറർ ഇമേജാണ്. പക്ഷേ അതിനെ റിയലായിട്ട് തന്നെ കരുതി നമ്മളങ്ങ് അക്കസ്റ്റംഡായി അതുമായിട്ട്. മിറർ നോക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ ചെയ്യുന്നത്. ആ മിററിൽ ചെയ്യുന്നത് സത്യത്തിൽ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞിട്ടുണ്ട്, പക്ഷേ വി ആർ അക്കസ്റ്റംഡ് ടു ഇറ്റ്. അപ്പം വലിയ ലോകത്ത് ഈ പാരിറ്റിക്ക് പ്രസക്തിയില്ല. പക്ഷേ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ലോകത്ത് പാരിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുക. നമുക്കറിയാം, ഒരു വസ്തു സ്പിൻ ചെയ്യുമ്പോൾ ആ സ്പിന്നിനെ ഒരു വെക്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് 4 വിരൽ ആ റിവോൾവ് ചെയ്യുന്ന ഡയറക്ഷനെ സൂചിപ്പിക്കത്തക്കവണ്ണം പിടിച്ചാൽ തള്ളവിരൽ എങ്ങോട്ട് നിൽക്കുന്നു അത് ആ സ്പിൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊരു ബോള്, ഈ ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്യുക.
ഇങ്ങനെ സ്പിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വിരൽ പിടിച്ച തള്ളവിരൽ മുകളിലോട്ടാണ് വരുന്നത്. അപ്പം മുകളിലോട്ടുള്ള ഒരു വെക്ടർ അവിടുത്തെ സ്പിൻ വെക്ടർ. ഈ വസ്തു ഇതിപ്പോൾ ഒരു ന്യൂക്ലിയസ് ആണെന്നിരിക്കട്ടെ, ഇതിൽ നിന്നും 4 എമിഷൻസ് നടക്കുന്നുണ്ട്. 4 എലമെൻ്ററി പാർട്ടിക്കിൾസ് എമിറ്റഡ് ആവുന്നു. ഇങ്ങനെ 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 ഇങ്ങനെ. ഇത് രണ്ടും സ്പിൻ ഡയറക്ഷനിലും ഇത് രണ്ടും സ്പിന്നിന് ഓപ്പോസിറ്റുമാണ്. ഇതിൻ്റെ മിറർ റിഫ്ലക്ഷൻ, ഇത് മിററിന് മുമ്പിലാണെങ്കിൽ ഈ മിററിനകത്ത് കാണുന്നത് ഈ സ്പിന്ന്, ഇങ്ങനെയുള്ള സ്പിന്ന് തിരിച്ചാകും, ഇങ്ങനെ ആവും. മറ്റേ ഇങ്ങനെ, ഇത് നേരെ തിരിച്ച്. ഇത് ഇങ്ങനെ പോകുമ്പോൾ മിററിനകത്ത് ഇത് റൈറ്റിലോട്ട് കയറുമ്പോൾ ഇത് ലെഫ്റ്റിലോട്ട് വരുന്നതായിട്ടില്ല തോന്നുള്ളൂ. ഇത് 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 നോക്കിയേ, ടുവേർഡ്സ് ദി മിറർ ആകുമ്പോൾ ഇതും ടുവേർഡ്സ് ദി മിറർ. ഫലത്തിൽ ഇത് തിരിഞ്ഞ് ഇവിടെ സ്പിൻ കാണുള്ളൂ നമ്മൾ മിററിൽ. അപ്പോൾ ഇവിടുത്തെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്പിൻ വെക്ടർ താഴോട്ടാണ് വരേണ്ടത്. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വരും. പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ ഇൻവേർട്ടഡ് ആവില്ല മിററിൽ. അപ്പോൾ എമിഷൻസ് മുമ്പേ കണ്ട പോലെ തന്നെ കാണും. ഇപ്പം ഇത് സത്യത്തിൽ താഴേന്ന് നോക്കുന്നത്, ഇത് മുകളിൽ നിന്ന് നോക്കുന്ന, ഇവിടെ താഴെ നോക്കുന്നത് നമ്മൾ തിരിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിയാൽ ഇത് തന്നെ കിട്ടും. ഇതിനെ മുകളിൽ നിന്ന് ഇതിനെ താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ ആയിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു ചേഞ്ചും ഇല്ല. ഇതിപ്പോൾ ഈവൻ പാരിറ്റിയാണ്. ഇവിടെ പാരിറ്റി കൺസേർഡാന്ന് പറയും. കാരണം ഇത് പഠിച്ചാലും ഇത് പഠിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ നമുക്ക് ഈ ഫലത്തിൽ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് വ്യത്യാസം നമുക്ക് ഇല്ല ഫലത്തിൽ. കാരണം ഇത് രണ്ടും ഐഡൻറ്റിക്കലാണ്, നോ ചേഞ്ച്. പക്ഷേ ഇതാണെങ്കിലോ, ഇതിപ്പോൾ കൊബാൾട്ട് 60 ഒരു ബീറ്റ എമിറ്ററാണ്. അത് സ്പിൻ കൊബാൾട്ട് ന്യൂക്ലിയസിൻ്റെ സ്പിൻ വെക്ടറിന് ഓപ്പോസിറ്റായിട്ടാണ് ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ 2 ബീറ്റ പാർട്ടിക്കിൾ കാണിച്ചിരിക്കുക. സ്പിൻ വെക്ടർ ഇപ്പോൾ ഇതിങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ സ്പിൻ വെക്ടർ ഇങ്ങോട്ടാണ്. ബീറ്റ എമിഷൻ നടക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടാണ്. ഇതിൻ്റെ മിറർ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ, ഇതിന് അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ പ്ലെയിൻ മിററിലോട്ട് നോക്കി നമ്മുടെ തലയും കാലും തിരിഞ്ഞു വരില്ലല്ലോ, ലെഫ്റ്റ് റൈറ്റ് ഇല്ല തിരിയുള്ളൂ. അപ്പോൾ ഈ എമിഷൻസ് താഴോട്ട് തന്നെ കാണാം. സ്പിൻ വെക്ടർ ഇത് തിരിയുന്നത് കൊണ്ട് സ്പിൻ ഇവിടെ ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ സ്പിൻ വെക്ടർ ഇവിടെ തിരിയും. അപ്പോൾ ഈ കാണുന്നതല്ല ഇവിടെ യഥാർത്ഥത്തിൽ കൊബാൾട്ട് 60 ബീറ്റ എമിഷൻ നടത്തുന്നത് സ്പിൻ വെക്ടറിന് ഓപ്പോസിറ്റ് ആണെന്ന് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ മിറർ ഇമേജിൽ സ്പിൻ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ എമിഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് റിയാലിറ്റി അല്ല. ഇങ്ങനൊരു പ്രതിഭാസം പ്രകൃതിയിലില്ല. ഇത് അൺറിയലാണ്. അപ്പോൾ പാരിറ്റി ഇവിടെ കൺസേർഡ് ആവുന്നില്ല. ഇവിടെ പാരിറ്റി കൺസേർഡ് ആവുന്നുണ്ട്. ഇവിടെ ദർ ഈസ് നോ പാരിറ്റി കൺസർവേഷൻ. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. പാരിറ്റിയെ പറ്റി ഒത്തിരി പറയാനുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് പോസ്റ്റിംഗ് ഇടും. അതിപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ഞാനിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പാരിറ്റിയൊക്കെ വിശദമായിട്ട് കോൺസെപ്റ്റുവലായിട്ട് കൂടുതൽ ചർച്ചയ്ക്ക് വരും. അപ്പോൾ ഞാനിതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് പറയാം, താല്പര്യമുള്ളവർ എഴുതിയെടുക്കുക. In the mathematical description of particles and their interactions, a reversal of coordinates x, y, z എന്നുള്ള -x, -y, -z എന്നാക്കുക. A reversal of coordinates may or may not change the overall description.
ഇപ്പോൾ കോർഡിനേറ്റ്സ് റിവേഴ്സ് ചെയ്താൽ ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫങ്ഷൻ്റെ ഓവറോൾ ഫങ്ഷന് ചേഞ്ച് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് പാരിറ്റി. If the description is unchanged by reversal of coordinates, parity is said to be even. If the description has exactly the negative value of the previous one, parity is said to be odd. ODD, odd. അടുത്തൊരു പോയിന്റുകളാണ് പറയുന്നത്. ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് പാരിറ്റി, അതിൻ്റെ മറ്റൊരു പേരാണ് സ്പേസ് റിഫ്ലക്ഷൻ സിമ്മട്രി, വുഡ് ഹോൾഡ് ഇഫ് all physical laws could be stated in a coordinate system independent of left-handedness or right-handedness. If parity was conserved, there would be no way of distinguishing between left and right. അടുത്ത പോയിന്റ്, ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് സ്ട്രോങ് ഇൻറ്ററാക്ഷൻസ് പാരിറ്റി ഈസ് കൺസേർവ്ഡ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അടുത്ത പോയിന്റ്, പാരിറ്റി ഈസ് നോട്ട് കൺസേർവ്ഡ് ഇൻ വീക്ക് ഇൻറ്ററാക്ഷൻ. അടുത്ത പോയിന്റ് എക്സാമ്പിളായി പറയുന്നത്, in the beta decay of cobalt-60, electrons are emitted preferentially in a direction opposite to that of cobalt spin, so that parity is not conserved. Beta decay is a weak interaction. ഈ cobalt-60 അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അവിടെ പാരിറ്റി കൺസേർഡ് ആകുന്നില്ല. ബാക്കി ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രോങ് ഇൻട്രാക്ഷൻസിലുമൊക്കെ പാരിറ്റി കൺസേർവ്ഡ്. Thank you. We will see more points in coming postings.